ഹലോ എവരിവൺ. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഡ്രോബാക്സിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന് ചില ഡ്രോബാക്സ് ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ചില സന്ദർഭങ്ങളിൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്താലും അത് മൊമെന്റ്സിനെ തരില്ല. സെയിം ടൈം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. എല്ലാ PDF-നും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മൊമെന്റ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് മൊമെന്റ്സിനെ കണ്ടുപിടിക്കാൻ തന്നെയാണ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ സെയിം യൂസ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ഉള്ളത്. അതിന്റെ പ്രത്യേകതകളായ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഡെഫിനിഷൻ ഇതാണ്. ഡിനോട്ട് ചെയ്യുന്നത് 5xt എന്നാണ്. 5xt definition: expectation of e raised to itx. expectation of e raised to itx. ഒരു വ്യത്യാസമേ ഉള്ളൂ MGF-മായിട്ട്. എന്താണ്? I എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ വന്നു. എന്താണ് I? ഇമാജിനറി നമ്പർ, റൂട്ട് ഓഫ് -1. റൂട്ട് ഓഫ് -1. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് മൊമെന്റ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ixt equal to expectation of e raised to itx. expectation of e raised to itx. e raised to x നമുക്കറിയാം. e raised to x എന്താണ്? e raised to x equal to 1 plus x plus x square by 2 factorial plus x cube by 3 factorial etc. ഓക്കെ, ഈ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 plus I tx plus I tx whole square by 2 factorial plus I tx whole cube by 3 factorial etc. എക്സ്പെക്ടേഷൻ ഓഫ് 1 തന്നെ. എക്സ്പെക്ടേഷൻ ഓഫ് itx, ഇവിടെ iയും tയും എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. iയും tയും കോൺസ്റ്റന്റ്സ് ആണ്. എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ ആ കോൺസ്റ്റന്റ് പുറത്തേക്ക് വരും. അപ്പൊ I t into expectation of x plus ഇവിടെ I t whole square by 2 factorial. ഇത് മൊത്തം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് പുറത്തേക്ക് വരും. plus expectation of x square I t whole cube by 3 factorial expectation of x cube plus x plus etc. ഓക്കെ, ഇതാണ് എക്സ്പാൻഷൻ. നമ്മുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ കണ്ടതുപോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ അതെന്താണ്? v1 ഡാഷ് ആണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് v2 ഡാഷ് ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് x ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് u3 ഡാഷ് ആണ്. ഇപ്പൊ എന്താണ് എക്സ്പാൻഷൻ നമുക്ക് കിട്ടി? എന്താ? r ഡാഷ് എന്ന് പറയുന്നത് I t all raised to r by r factorial ന്റെ കോഎഫിഷ്യന്റ് ആണ്. സോറി, ഇങ്ങനെയല്ല. കോഎഫിഷ്യന്റ് ഓഫ് I t all raised to r by r.
ഇതിന്റെ കോഎഫിഷ്യന്റ്. സെയിം മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ പോലെ തന്നെയാണ് പ്രൊവൈഡഡ് എന്താണ് ഇവിടെ ഐ എന്ന് പറയുന്ന ലെക്ചർ കൂടി ഉണ്ട്. പക്ഷെ ആ ഒരു വ്യത്യാസം വളരെ വലിയ വ്യത്യാസമാണ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്താണ്, ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്ന് കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ, അതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാ വാല്യൂസിനും എക്സിസ്റ്റ് ചെയ്യും. ഏത് എക്സ് എടുത്താലും ഏത് റാൻഡം വേരിയബിൾ എടുത്താലും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ മസ്റ്റ് ആയിട്ടുണ്ടാവും. ആ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മൊമെന്റ്സിനെ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ മറ്റു പ്രോപ്പർട്ടികൾ എന്താണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ മറ്റ് പ്രോപ്പർട്ടികൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രോപ്പർട്ടി നമ്പർ 1. പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. phi x of 0 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് e raised to I t into 0 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് n നമ്പർ റൈസ് ടു 0 1 ആണ്. അപ്പൊ എന്താ 1. 2 phi x of t മോഡുലസ് ഓഫ് phi x of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, phi x of 0. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. എന്താ, phi x t യുടെ മോഡുലസ് എപ്പോഴും എന്താ 1-നേക്കാൾ ചെറുതായിരിക്കും. phi x യുടെ മോഡുലസ് എപ്പോഴും എന്താണ് 1-നേക്കാൾ ചെറുതായിരിക്കും. മോഡുലസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്, മോഡുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാമോ? എക്സ് പ്ലസ് ഐ വൈ ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇസഡ് ഈക്വൽ ടു എന്ന ഫോമിലാണ് കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതാണ് മോഡുലസ്. അതിപ്പോ അതിനെ കുറിച്ച് പറയാനാണ് ഒരുപാട് പറയേണ്ടി വരും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് മോഡുലസ്. ഈ മോഡുലസ് എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി നമ്മള് MGF ൽ കണ്ടതുപോലെ തന്നെ phi cx of t എന്ന് പറഞ്ഞാൽ phi x of ct ആണ്. ഇതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താ phi cx of t ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. phi cx of t എന്ന് പറഞ്ഞാൽ expectation of e raised to I t ഈ റാൻഡം വേരിയബിൾ സ്ഥാനത്ത് cx. ഓക്കെ, അതെന്താവും, expectation of e raised to ഈ c കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ഈ ടിയുടെയും ഐയുടെയും കൂടെ എഴുതാം. എക്സ് റാൻഡം വേരിയബിൾ ആണ്, മാറ്റി എഴുതാം. ഇവിടെ എന്താണ്, ഐ ടി സി, ടിയുടെ സ്ഥാനത്ത് ടി സി വന്നു. അപ്പൊ എന്താണിത്, ഫൈ എക്സ് റാൻഡം വേരിയബിളിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, എക്സ് എഴുതുക, സി ടി കോൺസ്റ്റന്റിന്റെ സ്ഥാനത്ത് സി ടി ആണ്, ഫൈ എക്സ് ഓഫ് സി ടി. ഇത് നമ്മള് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെയാണ്, സെയിം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. പിന്നെ നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് when x1 x2 etc xn are independent variables, x1 x2 etc xn are independent random variables, characteristic function of the sum x1 x2 plus etc xn of t equal to phi of x1 of t
into phi of x2 of t into etc. phi of xn of t. Phi of xn of t. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. phi of ഇതിനെ നമുക്ക് summation I equal to 1 to n xi of t equal to ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ പൈ എന്ന് പറയുന്ന സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം I equal to 1 to n phi of xi of t എന്ന് പറഞ്ഞാൽ ഐക്ക് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. ഇങ്ങനെയും എഴുതാം ചുരുക്കി. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്താണ് പരിചയമില്ലാത്ത പോലെ വിചാരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൂഫിലേക്ക് നമുക്ക് പോവാം. ഡെഫിനിഷൻ തന്നെ തുടങ്ങാം. പ്രൂഫ് phi of x1 plus x2 plus etc. xn of t equal to expectation of e raised to I t into x1 plus x2 plus etc. xn. Okay, expectation of e raised to e raised to I t x1 plus I t x2 plus etc. I t xn. Bracket open equal to expectation of e raised to I t x1 into e raised to I t x2 into e raised to I t xn. Okay. ഓക്കെ, ഇനി നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ്. അപ്പോ when x and y are independent. Okay, same here നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് that implies expectation of phi x1 plus x2 plus etc. xn of t equal to expectation of e raised to I t x1 into expectation of e raised to I t x2 into etc. e raised to I t xn. That is, ഇതെന്താണ് phi x1 of t into this is phi x2 of t etc. phi xn of t. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്ത് വളരെ എളുപ്പമാണ്. MGF പോലെ തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. നമ്മുടെ റാൻഡം വേരിയബിളിനെ ട്രാൻസ്ഫോം ചെയ്താൽ അതിന്റെ സ്കെയിലും ഒറിജിനും മാറ്റി ട്രാൻസ്ഫോം ചെയ്താൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ത് മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ് എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് original scale. Effect of change of original scale. Let x be a random variable. Let u equal to x minus a by h. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു x minus a by h എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റാൻഡം വേരിയബിളിലെ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. മൈനസ് എ ബൈ എച്ച് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ സ്കെയിൽ മാറി. അതെങ്ങനെയാണെന്ന് ഞാൻ പ്രീവിയസ് ലെക്ചറിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. phi of
ut. ഓക്കെ, phi of ut എന്താണ്? phi of x minus a by h of t. That means expectation of e raised to I t u ന്റെ സ്ഥാനത്ത് x minus a by h, x minus a by h. That is expectation of e raised to I t x minus e raised to I t a by h all divided by h. Okay, that means expectation of e raised to I t x by h into e raised to minus I t a by h. This is a constant. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. എന്താ കാര്യം? ഇതെല്ലാം കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ്. ഇത് മാത്രമാണ് വേരിയബിൾ. ഇവിടെ x മാത്രമാണ് വേരിയബിൾ. That means that implies e raised to I t a minus I t a by h into expectation of e raised to I t x by h. That implies this e raised to I t a by h. This is phi of x t by h. E raised to I t a by h into phi x of t by h. ഇത് സെയിം സംഭവം നമ്മൾ MGFന്റെ കേസിൽ പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ അറ്റ് സ്കെയിൽ. ഓക്കെ, ഇത് എപ്പോഴാണ് കൂടുതൽ യൂസ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റാൻഡം വേരിയബിളിനെ നമ്മളിവിടെ എയുടെയും എച്ചിന്റെയും സ്ഥാനത്ത് നമുക്ക് അറിയാവുന്ന രണ്ട് വാല്യൂസ് കൊടുക്കാം. ഇത് നിങ്ങൾ ഭാവിയിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പോട്ടുള്ള യാത്രയിൽ കാണാൻ പോകുന്നതാണ്. u ഈക്വൽ ടു നമ്മൾ x എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ ട്രാൻസ്ഫോം ചെയ്യാണ് ബൈ യൂസിങ് ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ബൈ mu, that is mean, and scale as sigma. Okay, x minus mu by sigma. ഈ പ്രോസസ്സിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എന്നാണ് പറയാറ് സാധാരണ. ഇതും ഒരു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ ആണ്. എന്താണ് mu എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. ഏത് റാൻഡം വേരിയബിളിന്റെയും mu എന്ന് പറഞ്ഞാൽ മീൻ, ഒരു റിയൽ നമ്പർ ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതും റിയൽ നമ്പർ ആണ്. അപ്പൊ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, അതുകൊണ്ട് അത് നമ്മൾ റാൻഡം വേരിയബിളിനെ ട്രാൻസ്ഫോം ചെയ്താൽ എന്തായിരിക്കും? ഫൈ യു ഓഫ് ടി എന്തായിരിക്കും? നമുക്കറിയാം ഇ റൈസ് ടു ഐ ടി എന്താണ്? എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ എന്താണ്? ഫൈ എക്സ് മൈനസ് എ ബൈ എച്ച് ഓഫ് ടി എന്താണ്? ഇ റൈസ് ടു മൈനസ് ഐ ടി എ ബൈ എച്ച് ഇൻറ്റു ഫൈ എക്സ് ഓഫ് ടി ബൈ എച്ച്. ഫൈ എക്സ് ഓഫ് ടി ബൈ എച്ച്. നമുക്ക് ഇവിടെ ഈ സെയിം സംഭവം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ റൈസ് ടു ഐ ടി മ്യൂ ബൈ സിഗ്മ ഇൻറ്റു ഫൈ എക്സ് ടി ബൈ സിഗ്മ. ഇ റൈസ് ടു ഐ ടി മ്യൂ ബൈ സിഗ്മ ഇൻറ്റു ഫൈ എക്സ് ഓഫ് ടി ബൈ സിഗ്മ. ഇത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇനി ഡിസ്ട്രിബ്യൂഷൻ തിയറി പഠിക്കുമ്പോൾ ആവശ്യം വരും. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. MGF നെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ MGF നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.